നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ജാവേദേക്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലാൽ നന്ദകുമാറുമായി ഇപിക്ക് എന്തു ബന്ധം? CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. പ്രകാശ് ജാവേദ്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജന് എന്തു ബന്ധമെന്ന് പ്രതിനിധികൾ ചോദിച്ചു. വിഷയം എന്തുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസം ഇന്ന് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി പൊതുചർച്ച ഇന്നലെ പകുതിയോളം അവസാനിച്ചിരുന്നു. ഈ പൊതുചർച്ചയിലാണ് EPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ജില്ലാ നേതൃത്വത്തിനെതിരെയും സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. അവസാന ദിവസവും പിണക്കം. ഗവർണറെ കാണാൻ കൂട്ടാക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗികമായി സംസ്ഥാനം വിടുമ്പോഴും സർക്കാരിന്റെ അനിഷ്ടം തുടരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കാണുവാൻ എത്തിയില്ല. സൌഹൃദ സന്ദർശനത്തിന് പോലും തയ്യാറാകാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയ ഉദ്യോഗസ്ഥർ ഗവർണർക്ക് ആശംസ നേരുവാനായി എത്തിയിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൊച്ചി വിമാനത്താവള വികസന പദ്ധതികൾ അടുത്ത വർഷം പൂർത്തിയാകും. മുഖ്യമന്ത്രി. കൊച്ചി വിമാനത്താവളത്തിന്റെ ടെർമിനൽ വികസനം, ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്, കൊമേഴ്സ്യൽ കോംപ്ലക്സ്, ഗോൾഫ് ടൂറിസം പദ്ധതി തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിമാനത്താവളത്തോട് ചേർന്നുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലായ താജ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച സേവനങ്ങൾ നൽകിയാൽ മാത്രം പോരാ, അവയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രൊഫഷണൽ മാർക്കറ്റിംഗ് വേണമെന്ന സിയാലിന്റെ സമീപനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയെ മാറ്റിമറിച്ചു. UK വിദേശകാര്യ സെക്രട്ടറി. 1991 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച മൻമോഹൻ സിംഗിന്റെ ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെ പ്രശംസിച്ച് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി. അദ്ദേഹത്തെ ദർശനമുള്ള നേതാവ് എന്ന് വിളിച്ച ലാമി, ഇന്ത്യ-UK ബന്ധത്തിന്റെ അടിത്തറ പാകുന്നതിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി നിർണായകമായിരുന്നുവെന്നും പറഞ്ഞു. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ്. ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. ഷെയ്ഖ് ദർവേസ് സാഹിബ് അവധിയിൽ. പോലീസ് മേധാവിയുടെ ചുമതല മനോജ് എബ്രഹാമിന്. സംസ്ഥാന പോലീസ് മേധാവി S. ദർവേസ് സാഹിബ് അവധിയിൽ. ജനുവരി 4 വരെ ഒരാഴ്ചത്തേക്കാണ് അവധി. പകരം ADGP മനോജ് എബ്രഹാമിന് പോലീസ് മേധാവിയുടെ ചുമതല. നിലവിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPയാണ് മനോജ് എബ്രഹാം. വിശ്രമജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് പറയുന്ന G. സുധാകരനെ നിയന്ത്രിക്കണം. പത്തനംതിട്ട സമ്മേളനത്തിൽ വിമർശനം. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പാർട്ടി പ്രതിനിധികളുടെ വിമർശനങ്ങൾ തുടരുന്നു.
വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണമെന്ന് ആവശ്യം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. കരുവന്നൂർ ബാങ്കിലെ മുൻ മാനേജർ ബിജു കരീമിന് തിരിച്ചടി. വ്യാജ വായ്പാ തട്ടിപ്പിൽ കേസെടുക്കുവാൻ കോടതി ഉത്തരവ്. വ്യാജ വായ്പ എടുത്ത കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കുവാൻ കോടതി ഉത്തരവ്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ബിജു കരീമിനെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മൂർഖനാട് പൊയ്യാറ പരേതനായ ഗൌതമിന്റെ ഭാര്യ ജയ്ഷ നൽകിയ പരാതിയിലാണ് കോടതി നടപടി. പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. പോലീസ് സ്റ്റേഷനിൽ CPM-കാരനെങ്കിൽ ലോക്കപ്പ്, BJP എങ്കിൽ തലോടലും. പത്തനംതിട്ട സമ്മേളനത്തിൽ വിമർശനം. CPM ജില്ലാ സമ്മേളനത്തിൽ പോലീസിന് രൂക്ഷ വിമർശനം. പോലീസ് സ്റ്റേഷനിൽ CPM-കാരനാണെങ്കിൽ ലോക്കപ്പ് ഉറപ്പാണ്, BJP-കാരനാണെങ്കിൽ തലോടലും. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകർക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. തിരുവല്ലോമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. തിരുവല്ലോമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. തൃശൂർ കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവി എന്ന 60-കാരിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:15 അപകടം. കാട്ടുകുളം ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂൾ ഗ്രൌണ്ടിന് സമീപത്തെ വളവിൽ ബസ് തിരിയുമ്പോഴാണ് സീറ്റിലിരുന്ന ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീണത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.